കഴിഞ്ഞ സീസണിലെ അവസാന 2 സ്ഥാനക്കാർ തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. കാര്യം ശരിയാണ്, അവർ കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനമൊന്നും ആയിരുന്നില്ല. 4 വിജയം മാത്രമാണ് 2 ടീമുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആകെ 8 പോയിന്റ് മാത്രമാണ് അവർക്ക് 2025 IPL സീസണിലായിട്ട് നേടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ആദ്യത്തെ കിരീടം നേടിയവരും IPL തന്നെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള CSK തമ്മിലാണ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ ഒരു IPL സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ 2 ടീമുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്ലെയേഴ്സിനെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് CSKയിലേക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനും കൂടി ആയിട്ടുണ്ടായിരുന്ന സഞ്ജു സാംസൺ വരികയും അതുപോലെ തന്നെ ജഡേജേനെയും സാം കറനെയും രാജസ്ഥാനിലേക്ക് എത്തിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സാം കറൻ അവിടെ ചെന്നതിന് ശേഷം ഇഞ്ചുറിയുടെ പിടിയിലാണ്. ഈ 2 ടീമുകളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇഞ്ചുറീസ് നല്ല രീതിയിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. CSKയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ധോണിനെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. മാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ 5-6 മത്സരത്തോളം ഇനി ധോണി കളിക്കാനുണ്ടാവില്ല. ഇതിപ്പോൾ ഇന്നലെ അപ്ഡേറ്റ് വന്നു, ഡെവാൾ ബ്രൂയിസ് ഇനി 2-3 മത്സരത്തേക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നഥാൻ എല്ലിസ് ഓൾറെഡി പരിക്കേറ്റ് പുറത്തായിട്ട് സ്പെൻസർ ജോൺസൺ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോൺസണും മാച്ച് ഫിറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇനി രാജസ്ഥാൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടെ സാം കറനെ അവർ ട്രേഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ട്രേഡ് ചെയ്തെടുത്ത ആൾക്ക് കളിക്കാൻ പറ്റാത്തൊരു സീസണാണ്. അതിന് പകരം ഡസൻ ഷാനഗാൻ അവർ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും 2 ടീമുകൾക്കും ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത്തും ബോളിംഗ് സ്ട്രെങ്ത്തും ഓൾറെഡി അവരുടെ ടീമിൽ തന്നെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് സീസണുകൾക്ക് മുന്നേ ചെന്നൈ ടീമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയസ്സൻ പടാന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ അവരെ കളിയാക്കിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരുവിധം ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും ആയിരുന്നു ചെന്നൈയിൽ കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോൾ വൺ ഓഫ് ദ യങ്ങസ്റ്റ് സൈഡാണ് IPLലെ CSKയുടെ ഭാഗത്ത് നമുക്ക് കാണുന്നത്. അതിൽ തന്നെ മിഡിൽ ഓർഡറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ ആ ഒരു CSKയുടെ മിഡിൽ ഓർഡറിൽ. ഈവൻ രാജസ്ഥാൻ്റെ ടോപ്പിൽ നോക്കുമ്പോഴും നമുക്കറിയാം, ഈ IPLൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ടുള്ള വൈഭവ് സൂര്യവംശി കളിക്കുന്നത് രാജസ്ഥാന് വേണ്ടിയിട്ടാണ്. ഇനി 2 ടീമുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSKയുടെ ഓപ്പണിങ് നമ്മുടെ സഞ്ജു സാംസണും ഋതുരാജ് ഗൈക്വാദും തന്നെയായിരിക്കും. അതിനുശേഷം മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡറാണ്. ഡെവാൾ ബ്രേവിസിന് കൂടി പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് മിഡിൽ ഓർഡറിൽ ഇറങ്ങാനായിട്ട് ചാൻസ് കൂടുതലുള്ളത് സർഫറാസ് ഖാനും ആയുഷ് മാത്രയും കാർത്തിക് ശർമ്മയും അതുപോലെ തന്നെ പ്രശാന്ത് വീറുമാണ്. അതിനുശേഷമായിരിക്കും ശിവൻ ഡൂബെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകുക. ഇനി ബോളിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഹെൻറി അല്ലെങ്കിൽ ഓർട്ടൺ ആണ് ബോളിങ് ലീഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് പേസ് ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇനി സ്പിന്നർമാരുടെ നിരയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂർ അഹമ്മദും രാഹുൽ ചഹറും കളിക്കാനാണ് ചാൻസ് കൂടുതലുള്ള. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉർവിൽ പട്ടേൽ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതലും. ഇനി രാജസ്ഥാൻ്റെ ടീമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് അവിടെ ഫിക്സ് ആണ്. യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിയും തന്നെയാണ് ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങുക. 1 ഡൗൺ ആയിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് അത് റിയാൻ പരാഗ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഷിംറോൺ ഹെറ്റ്മയർ തന്നെയായിരിക്കും 4ാമത്തെ പൊസിഷനിൽ ഇറങ്ങുന്നത്. പിന്നെ ധ്രുവ് ജറൽ, ശുഭം ഡൂബെ, രവീന്ദ്ര ജഡേജ ഇതുപോലെ വരുന്ന ആ ഒരു ടീം, ആ ഒരു 7 പേരുടെ ആ ഒരു ഓൾറൗണ്ടർ ബാറ്റിംഗ് ലൈനപ്പ് അവിടെ അവസാനിക്കും. ജോഫ്ര ആർച്ചർ ലീഡ് ചെയ്യുന്ന ബോളിംഗ് നിരയിലേക്ക് സന്ദീപ് ശർമ്മയും നാന്ദ്രെ ബർഗർ ആയിരിക്കും അഡീഷൻസ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ സ്പിൻ ഓപ്ഷൻ ആയിട്ട് രവി വിഷ്ണോയി കളിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളി ആയിട്ടുള്ള വിഘ്നേഷ് പുത്തൂരിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാനായിട്ടും ചാൻസ് കൂടുതലാണ്. 2023 ശേഷം ഒരു കപ്പ് അടിച്ചിട്ട് ധോണിക്ക് പറ്റിയൊരു ഫെയർവെല്ലിൽ കൊടുക്കാനായിരിക്കും തൻ്റെ ആദ്യത്തെ കപ്പ് കൂടി നേടിയിട്ട് സഞ്ജു വിചാരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ 2008 കപ്പടിച്ച ടീമിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജ തൻ്റെ തിരിച്ചുവരവിൽ ടീമിനൊരു കപ്പ് നേടി കൊടുക്കാൻ ആയിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. ആരായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ്?